പ്രാദേശിക പള്ളി കമ്മിറ്റി സെക്രട്ടറിയും ഡ്രൈവറുമായ അബ്ദുറഹ്മാനെ ഇന്നലെ വൈകിട്ടാണ് 15-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. വാഹനത്തിന് ഓട്ടമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയായിരുന്നു കൊലപാതകം. അബ്ദുറഹ്മാന്റെ ഒപ്പമുണ്ടായ ഷാഫി എന്നയാൾക്കും വെട്ടേറ്റിരുന്നു. ഷാഫിയുടെ മൊഴി ഉൾപ്പെടെ എടുത്ത ശേഷമാണ് പ്രതികളിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ദീപക് എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊല നടത്തിയത്. ഇതിന് പിന്നിൽ വർഗീയ വിഷയങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ മംഗളൂരു മേഖലയിലുണ്ടായ 3ാമത്തെ കൊലപാതകമാണിത്. അടുത്തിടെ ബജ്റംഗ് ദൾ നേതാവായ സുഹാസ് റെഡ്ഡി കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുള്ള പ്രതികാരമാണോ എന്നതുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതികളെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണം. കൊലപാതകത്തിന് പിന്നാലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ സുരക്ഷ കൂട്ടി. നിരോധനാജ്ഞ തുടരുകയാണ്. അബ്ദുറഹ്മാന്റെ സംസ്കാര ചടങ്ങിനിടെ വഴി തടയാൻ ശ്രമിച്ച സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളും ഉണ്ടായി. സൂറത്കലിൽ ബസിന് നേരെ കല്ലേറുണ്ടായി. ദക്ഷിണ കന്നഡ ജില്ലയിലാകെ പോലീസ് വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, മംഗളൂരു.